പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് പാനിട്ടെങ്കിലാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡർ പാനിട്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നേപ്പാളിലേക്ക് കയറാനായിട്ട് നമ്മുടെ ആധാർ കാർഡ് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. അപ്പോൾ എന്തായാലും നമുക്കിനി നേപ്പാളിലെ കുറച്ച് വീഡിയോസ് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ തൊട്ടടുത്ത് കുറച്ച് വില്ലേജുകളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡറായ പാനിട്ടെങ്കിക്ക് അടുത്ത് വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കാക്കർവിറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇതിന് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ബസ് പാർക്ക് എന്ന് പറയണം, എന്നാലാണ് ഇവിടെയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ സിറ്റി ഒന്നുമില്ല, ചെറിയ സിറ്റിയാണ്. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നുമില്ല. ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ കടകളൊന്നുമില്ല, മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നതാ, ചുറ്റിനും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീടുകൾ കുറവായിരിക്കും കേട്ടോ. കുറച്ച് വീടുകൾ മാത്രമല്ല, അത്യാവശ്യം വലിയ വീടുകൾ, ബാക്കിയൊക്കെ ഇതുപോലെ ചെറിയ വീടുകളാണ്. നമ്മളിപ്പോൾ ഇതിൽ വരാൻ നേരത്തുണ്ട് ഒരു പഴയകാല സെറ്റപ്പ് വെയിലൊക്കെ ഉണ്ട് കെട്ടിയത്. തൊട്ടടുത്ത് ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം തേയിലത്തോട്ടമുണ്ട്, ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. എന്തായാലും നമുക്ക് ഇനി നേരെ പോകണ്ട, നേരെ മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. നമുക്ക് ആ വണ്ടി പോണ വഴിയുണ്ടല്ലോ, നമുക്ക് ആ വഴി കൊണ്ട് പോകാം. പിന്നീട് തിരിയുമ്പോൾ ഒരുപാട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ സംഭവം ഉണ്ടല്ലോ, എന്താണോ അത് പാർക്ക് മാതിരി എന്തോ സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അത് പിള്ളേരൊക്കെ അത് സ്കൂൾ കഴിഞ്ഞ് വന്ന വഴിയാണ് കേട്ടത്. ഇതൊരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന പാടമാണ്. അതിൻ്റെ തൊട്ട് ഈ സൈഡിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പാർക്കില്ലേ അതുള്ളത്. അവിടെ ഷീറ്റിട്ട വീടുണ്ടോ. അപ്പോൾ നമുക്കതാ പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അവിടുത്തെ സെറ്റപ്പ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് സംഭവം പാർക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഹായ്, आपका नाम क्या है? मेरा नाम जंगू लामा है। जंगू लामा। जम्बू लामा है? नहीं, जंगू लामा। ओके ओके। आपका नाम क्या है? सुप्रिया तामंग। सुप्रिया तामंग, ओके। आप ब्लॉगर है? क्या ब्लॉगर? केरला ब्लॉगर। അപ്പോൾ എന്തായാലും ഇവിടെ വൈകിട്ടൊക്കെ വന്നിരുന്നത് നല്ല വൈബാണ് കേട്ടോ. നല്ല ഇളങ്കാറ്റൊക്കെ കിട്ടുന്നുണ്ട്, സംഭവം കൊള്ളാം. ഇവിടെ ചുറ്റിനും തേയിലത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ, നല്ല അടിപൊളി വൈബാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ പാടൊക്കെ ഇങ്ങനെ വിതയ്ക്കാനുള്ള ഒരു സെറ്റപ്പിലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം നല്ല വെയിലായിട്ട് ഇതാ വരണ്ടിരിക്കുകയാണ്. നല്ല വെയിലായിട്ട് റോഡ് സൈഡിലുള്ള പുല്ല് വരെ വരണ്ടിരിക്കുകയാണ്. ഇതാ പശുവിന് പോലും കഴിക്കാൻ പുല്ലില്ലാത്ത അവസ്ഥയാണ് ഇപ്പം. അങ്ങനെ ഞാൻ നടന്നതാ ഒരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ചെറിയ ചെറിയ വീടുകളാണ്, വില്ലേജുകളാണ് ഇവിടെ. നമ്മളങ്ങനെ അതാ ഫ്രണ്ടിലൂടെ നടക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഷീറ്റിട്ട് വീടുകളൊക്കെ കാണട്ടെ നമുക്ക്. ചില വീടുകളൊക്കെ അതാ പണി തീരാതെ ഇങ്ങനെ മേളിലൊക്കെ ഇങ്ങനെ പാർത്തിട്ടുള്ളൂ. ഇവിടെ കൂടുതലും എന്താ മതിൽ കെട്ടിയേക്കണത് ഇങ്ങനത്തെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഷീറ്റ് അല്ലെങ്കിൽ കോലൊക്കെ വെച്ചിട്ടാണ് കേട്ടത്. എന്താ ഈ വീടിൻ്റെ ഒക്കെ അവസ്ഥ കണ്ട, മൊത്തം ഷീറ്റാണ് കേട്ടത്. ഇവിടെ ചുരുക്കം ചില വീടുകൾ മാത്രമല്ല ഇതുപോലെ വാർത്തേക്കുന്നത്, ബാക്കിയൊക്കെ കണ്ട, ബാക്കി മിക്കതും ഷീറ്റായിരിക്കും, മേൽക്കൂര ഫുള്ള് ഷീറ്റായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഇവർ വീടിൻ്റെ ഭിത്തിയൊക്കെ അത് തേപ്പായിരിക്കും, ബാക്കി മേൽക്കൂരം ഫുള്ള് ഷീറ്റാണ്.
ഇവിടെ ചെറിയ പെട്ടിക്കട കിടട്ട. ഇവിടെ ഞാൻ പണ്ട് വരുമ്പോൾ ഈ റോഡ് ടാറിങ് അല്ലായിരുന്നു കേട്ടോ. ഒരു വർഷത്തിന് മേളിലായി ഇതാ വന്നപ്പോൾ ഫുള്ള് ടാറൊക്കെ ചെയ്തേക്കാണ്. ഓരോ വീടുകളും പറഞ്ഞേക്കുന്നത് ഓരോ ശൈലിയിലാണ് കേട്ടോ ഇവിടെ. ഇവിടെയുള്ള എല്ലാ വീടുകളും പല ശൈലിയിൽ പണിതേക്കുന്നത് കൊണ്ട് ഏത് വീട് കണ്ടാലും നമുക്കൊരു പുതുമ തോന്നിക്കും. ഷീറ്റ് വെച്ച ഇരുന്നില വീടുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അവിടെ കുറച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടാണ് കളിക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. നിങ്ങളിതാ ഈ വീട് നോക്കിയേ, എത്ര ഭംഗിയാന്ന് നോക്കിയേ. നമ്മൾ ഇതുപോലുള്ള ഇരുനില വീട് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇപ്പം ഇടിഞ്ഞു പോകുമെന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, ഷീറ്റൊക്കെ വന്നിട്ട് എത്ര ഭംഗിയാന്ന് നോക്കിയേ. സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. ഇതാ ഓരോ കടയുടെ മുമ്പിലും ഓരോരുത്തർ വന്നുകൊണ്ട് പ്രായമുള്ള ആളുകൾ വന്നുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങ് ദൂരെ കാണുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടോ? അതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറായ പാനിട്ടങ്കി ബ്രിഡ്ജ്. ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും ചെറിയ പെട്ടിക്കടകൾ കാണാൻ കഴിയും. നമുക്കിനി ഇന്ത്യയിലേക്ക് കയറാനായിട്ട് ആ കാണുന്ന ബ്രിഡ്ജില്ലേ അതിൽ വേണം പോകാനായിട്ട്. ഈ കാണുന്ന പാലത്തിനോട് ചേർന്ന് കാണുന്ന ആ ഷെഡ് ഉണ്ടോ, അതാണ് നമ്മുടെ നേപ്പാളിൻ്റെ ചെക്ക് പോസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മളിതാ പാനിട്ടക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാ. ഇതാണ് അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ നേപ്പാളി ബോർഡറും ഇത് കാണുന്ന നേപ്പാളി ബോർഡറാണ്. നമ്മുടെ അങ്ങ് അറ്റത്ത് ലാസ്റ്റാണ് നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ ഉള്ളത്. ഇതാ ഈ വഴി നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകേണ്ടത് കേട്ടോ. ഈ കാണുന്ന ബ്രിഡ്ജിന്റെ പേരാണ് കേട്ടോ മേച്ചി ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ ഇന്ത്യ നേപ്പാളിനെ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്. ഇതിന്റെ അടിയിൽ കൂടി ഒഴുകുന്ന ഒരു പുഴയുണ്ട്, മേച്ചി റിവർ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ കാണുന്നുണ്ട് നമ്മുടെ നേപ്പാളിൻ്റെ ബോർഡർ. ഇതാ ഇതിലൂടെ താഴത്തൂടെ ഒഴുകുന്ന റിവർ ഉണ്ടോ, അതാണ് മേച്ചി റിവർ. ഇതാ അങ്ങറ്റത്താണ് നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ. നമുക്ക് ഇന്ത്യൻ ബോർഡറിൻ്റെ അവിടെ നേപ്പാൾ ബോർഡറിൻ്റെ അവിടെ നമുക്ക് ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. ഇവിടെ ഒരുപാട് ഷെയർ ടാക്സി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് ഒരാൾക്ക് ബസ് ഫെയർ വരുന്നത് ഇന്ത്യൻ മണി 1500 വരെയും ചോദിക്കുന്നുണ്ട്. പലയിടത്തും പല റേറ്റാണ്. അപ്പോൾ ചോദിച്ച് മാത്രം പോവാം. ഷെയർ ടാക്സിക്ക് എത്രയെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ നേപ്പാളിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.